ഇത് കാണിക്കുന്നത് ഇത്ര വലിയ പ്രചാരവേലകൾ ഞങ്ങൾക്കെതിരെ നിങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിട്ടും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കുന്നുണ്ട്. പ്രാദേശികമായ പല ഘടകങ്ങളും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ പലരും എഴുതിവിടുന്നതനുസരിച്ച് വല്ലാതെ വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അത് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രതിഫലിക്കുമല്ലോ. പക്ഷെ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെന്റിനെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്നു. ഞങ്ങൾ നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങളുമായി നന്നായി സംവദിക്കാനായിട്ട് സന്ദർഭം ലഭിച്ചു. അതെല്ലാം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ സഹായകരമായി. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ അവിടെ വിജയിച്ചു. UDFന്റെ വൈസ് പ്രസിഡന്റ് രാജിവെച്ച് LDF വിജയിച്ചത്. ആ പഞ്ചായത്ത് LDFന് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ചിലയിടങ്ങളിൽ BJP UDFന്റെ സീറ്റ് പിടിച്ചെടുത്തു. അപ്പോൾ ആളുടെ എഴുതുന്നത് ഞങ്ങൾ മൂന്നാമതായിരുന്നു. ഞങ്ങളുടെ വോട്ട് കൂടിയാലും ചിലരുടെ പോസ്റ്ററുകൾ അങ്ങനെയാണ് വരുന്നത്. അതിൽ അവിടെയും നമ്മൾ കാണേണ്ട UDF തിരിച്ചടി നേരിടുന്നു. LDFൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി എന്നാൽ ഞങ്ങൾ കുറെ കൂടി ജനങ്ങൾക്കൊപ്പം നിന്ന് കുറെ കൂടി നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും എന്നാൽ പൊതുവെ കേരളം ഗവൺമെന്റും ജനങ്ങളെയും യൂണിയൻ ഗവൺമെന്റ് എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുന്നതെന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായെന്ന് തോന്നി. പ്രഖ്യാപനത്തിലേക്ക് മാത്രം എത്രത്തോളം ആത്മവിശ്വാസം? ഞാൻ പറഞ്ഞു ഇത്തവണ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാൻ കഴിയും. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം BJPക്കെതിരെ സ്ഥായിയായൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ഇപ്പോൾ UDFനെ നയിക്കുന്ന പാർട്ടിയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ അന്ന് ഹിമാചൽ പ്രദേശിൽ അവധി നൽകിയത്. അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സെമിനാർ സംഘടിപ്പിച്ചാൽ മതി എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയുണ്ടായി. ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച ഒരാൾ തോറ്റു കഴിഞ്ഞപ്പോൾ എവിടെ നിൽക്കണു എന്ന് ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മധ്യപ്രദേശിൽ നമ്മളിപ്പോൾ കമൽനാഥിന്റെ കാര്യത്തിൽ കണ്ടത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളും ഇപ്പൊ കമൽനാഥ് പോലെ എവിടെയാണെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ജയിച്ചു പോകുന്ന MP-മാർ എവിടെ നിൽക്കും എന്നതിലും ആശങ്ക വരും. എന്നാൽ BJPയെ മാറ്റി നിർത്താൻ കോൺഗ്രസ് കൂടി ഉള്ള ഒരു സംവിധാനമാണെങ്കിൽ പോലും അതിനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസ് MP-മാരെക്കാളും വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയായിരിക്കും. അതാണ് ഈ അനുഭവങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ അനുകൂലമായി തന്നെ ഒരു സംഗതി ഒരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ UDF അത്യഗാധ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാന ഘടകകക്ഷി ഇന്ന് അവരോടൊപ്പമില്ല. ഒരു ചെറിയ കഷ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. UDFന്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ മൂന്നിലൊന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/3 പിൻബലം ഉണ്ടായിട്ടും 20-ൽ മൂന്നാമതൊന്നിന് വേണ്ടി ഇതുപോലെ കേഴേണ്ടി വരുന്നൊരവസ്ഥ മുസ്ലിം ലീഗ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ മൃദുഹിന്ദുത്വ സമീപനങ്ങളോടെല്ലാം നിശബ്ദത പാലിക്കേണ്ടി വരുന്ന ഗതികേട് മുസ്ലിം ലീഗിന് വരുന്നു. അപ്പോൾ ഒരു അത്യഗാധ പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ലോക്സഭയിൽ മത്സരിച്ചിട്ട് നേരത്തെ ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഞങ്ങളോടും കോൺഗ്രസിനോടും നേരിട്ട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടി വന്നാലും ഇത്രമാത്രം അപമാനം സഹിച്ച് അവിടെ എന്തായാലും BJP വിരുദ്ധതയിലാണല്ലോ നിൽക്കുന്നത്. അവരെങ്ങനെ നിൽക്കേണ്ടതുണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ കൂടെ വരണമെന്നല്ല, അവർ മുന്നണിയുടെ ഒപ്പമാണോ സ്വതന്ത്രമാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ. എന്തായാലും UDF അത്യഗാധമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഒരു പ്രശ്നങ്ങളിലും ദേശീയ പ്രശ്നങ്ങളിൽ വ്യക്തതയാർന്ന നിലപാട് സ്വീകരിക്കാൻ അവർ കഴിയുന്നില്ല. നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് അവർ പല സന്ദർഭങ്ങളിലും തീരുമാനം എടുക്കുന്നില്ല. അത് അവരുടേതായ ഒരു പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ മുൻപിൽ ഒരു പരിഹാസ്യമായ അവസ്ഥയിലേക്ക് ആ മുന്നണി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ വിധിയെഴുത്തിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.